നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം പറ, കാർത്തികയെ കണ്ടെത്തി അവളോട് പ്രതികാരം ചെയ്യാനാണോ തന്റെ ഈ പുറപ്പാട്? അതോ അവളെ കെട്ടി ഒരു കുടുംബജീവിതം നയിക്കാനോ? നിങ്ങൾക്കറിയോ കാർത്തിക എവിടെ ഉണ്ടെന്ന്? അവളെ കുറിച്ച് എന്തെങ്കിലും അറിവ്? അറിയാമെന്ന് കൂട്ടിക്കോ. എന്നെ തകർക്കാൻ വരുന്നവർക്ക് മുന്നില് ഇനി ഞാൻ പിടിച്ചു നിന്നോളാം. ഇവിടെ ഇനി പിടിച്ചു നിൽക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാനിവിടെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അവനെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇനി അതിന്റെ പിന്നില് മറ്റെന്തെങ്കിലും ഉദ്ദേശം? ഈശ്വര, എങ്ങനെ ഒന്നും അറിയാൻ പറ്റുക? എന്നെ കണ്ടുപിടിക്കാനായി നടന്ന ജയശങ്കർ എന്നെ കൺമുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നാടകം കളിച്ചത്? അത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം ജയശങ്കറിന് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവ ഉദ്ദേശിക്കുന്നത്? കുറച്ചു നേരത്തേക്ക് കിട്ടിയ സന്തോഷം വരാനിരിക്കുന്ന വലിയൊരു ദുഃഖത്തിനുള്ള മുന്നോടിയാണോ ഈശ്വര? ഹലോ, എന്തുപറ്റി? ശബ്ദത്തിനൊന്നും ഒരു ജീവനില്ലല്ലോ. അരുതാത്തത് എന്തെങ്കിലും അവിടെ സംഭവിച്ചോ? അതോ ഒരിക്കലും വരില്ലെന്ന് കരുതി അനാഥയാണെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിന്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും വന്നോ? വന്നത് അച്ഛനും അമ്മയൊന്നും അല്ല, ജയശങ്കര. എന്നിട്ട് അവന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവൻ കെട്ടാൻ വെച്ചിരുന്ന താലിയെടുത്ത് നിന്റെ കഴുത്തിൽ കെട്ടിയോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ എന്ത് സംഭവിച്ചു? നിന്നെ കണ്ടെത്തിയേ മതിയാവൂ, നിന്നെ തീർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നടന്നവനാണല്ലോ. എന്താ അവൻ അവിടെ വന്ന് നിന്നെ കണ്ടപ്പോ പഴയതൊക്കെ മറന്നോ? അതോ എല്ലാരെയും മയക്കുന്ന നിന്റെ മയക്കുവിദ്യ ഉപയോഗിച്ച് നീ ജയശങ്കറിനെയും മയക്കിയെടുത്തോ? അല്ല, അയാളെന്നെ അറിയില്ലെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. സത്യമായിട്ടും പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്നുള്ള ചിന്തയില്ല ഞാനിപ്പോ. ഇനി മറ്റെന്തെങ്കിലും ലക്ഷ്യം വച്ചുകൊണ്ടാണോ അവൻ അങ്ങനെ പറഞ്ഞതെന്നൊരു പേടി. അപ്പൊ അവൻ മയങ്ങി. കൂറുള്ളവനാ, കാശിനോട് ആർത്തിയുള്ളവനാ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി പോത്തെ, അവന്റെ ഒരു വാക്ക് മതിയായിരുന്നു നിന്നെ ആ സത്യാമാ മണിമാളികയിൽ നിന്ന് എന്നേക്കുമായി നിന്നെ ചവിട്ടി പുറത്താക്കാൻ. പിന്നെ വിഷ്ണുവും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല, ജയശങ്കറും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. മറ്റുള്ളവരെ വഞ്ചിച്ചതിനും വേണമെങ്കിൽ നിന്നെ പിടിച്ച് സത്യാമ്മ ജയിലിലും അടയ്ക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതെ നീ ഇപ്പൊ അവിടെ നിൽക്കുന്നത് ജയശങ്കറിന്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്താ. ഞാൻ വിലയ്ക്ക് വാങ്ങിയ അവന്റെ ആ ഒറ്റ വാക്കിന്റെ പുറത്ത്. അപ്പോ ജയശങ്കർ അങ്ങനെ പറയാൻ കാരണം? പിന്നെ നിനക്ക് വേണ്ടി ആരാടി ഇത്തരം നാറിയ കളികളൊക്കെ കളിക്കുന്നത്? വൺ ആൻഡ് ഓൺലി മധുശ്രീ. പപ്പി മോള് പറയും പോലെ എ കംപ്ലീറ്റ് റിയൽ ബാഡ് ഗേൾ. ജയശങ്കർ, പേരിൽ മാത്രം ജയം, നേരിട്ടുകൊണ്ടിരിക്കുന്നത് തോൽവികൾ മാത്രം അല്ലേ? ദയവായിട്ടാ തന്നെ എന്റെ അടുത്ത് എത്തിച്ചത്. ഇത് സർവേശ്വരൻ കളിക്കുന്ന കളിയാ. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടാൻ വേണ്ടി ഒടേ തമ്പുരാൻ കാലേ കൂട്ടി ചില കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ട്. അതാ വഴിക്കേ നടക്കൂ. ഒന്ന് തെളിച്ചു പറഞ്ഞ നന്നായിരുന്നു. വെറുതെ പിടിക്കാതെ തെളിയിക്കാം. നന്നായി മനസ്സിലാക്കിയും തരാം. ഈ കാണിക്കുന്ന ധൃതിയും എടുത്തുചാട്ടവാ തന്നെ ഈ പരിപാടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ ഉപദേശം വേണമെന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. ഉപദേശത്തിന്റെ കുറവുണ്ട് ജയശങ്കർ തനിക്ക്. അതുകൊണ്ടാ താൻ ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സത്യം പറ, കാർത്തികയെ കണ്ടെത്തി
അവളോട് പ്രതികാരം ചെയ്യാനാണോ തന്റെ ഈ പുറപ്പാട്? അതോ അവളെ കെട്ടി ഒരു കുടുംബജീവിതം നയിക്കാനോ? നിങ്ങൾക്കറിയോ കാർത്തിക എവിടെ ഉണ്ടെന്ന്? അവളെ കുറിച്ച് എന്തെങ്കിലും അറിവ്? അറിയാമെന്ന് കൂട്ടിക്കോ. അവളിപ്പോ എവിടെയുണ്ടെന്നും എങ്ങനെയാണെന്നും ഒക്കെ. എങ്കിൽ പറ, അവളിപ്പോ എവിടെ ഉണ്ട്? എനിക്ക് അവളെ ഒന്ന് കാണണം, ഇപ്പൊ തന്നെ. ആവേശമൊന്നും വേണ്ട. കാർത്തിക ഇപ്പോ തനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്രയും ഉയരത്തില. കോടീശ്വര കുടുംബത്തിലെ മരുമകളാവാൻ ഒരുങ്ങി നിൽക്കുക. തന്റെ ഈ പ്രതികാര കഥയും കൊണ്ട് അവിടെ ചെന്നാ പുഷ്പം പോലെ തന്നെ എടുത്തവര് പോലീസ് വാനിലേക്ക് ഇടും. പിന്നെ കേസും കൂട്ടവുമായി കുറെ നാൾ അങ്ങനെ പോകും. ചിന്തിക്ക്, അങ്ങനൊരു ലൈഫിലേക്ക് പോണോ അതോ കുറച്ച് ചില്ലറയൊക്കെ കിട്ടി ജീവിതം പച്ച പിടിപ്പിക്കണോ എന്ന്? മനസ്സിലായില്ല. ചില്ലറ, കറൻസി. മനസ്സിലായില്ലേ? തെളിച്ചു പറഞ്ഞ നല്ലൊരു തുക ഞാനങ്ങ് തരും. എന്തിന്? ആ, അതൊരു ചോദ്യമാ. ഞാൻ എന്തിനാ തനിക്ക് കാശ് തരുന്നേ? പക്ഷേ ജോലിയുണ്ട്. തരുന്നത് വെറുതെ അല്ല. ജയശങ്കർ എന്തായാലും കാർത്തികയ്ക്ക് മുന്നിലെത്തും. അല്ലെങ്കിൽ തന്നെ തേടി നടക്കുന്നവർ കാർത്തികയ്ക്ക് മുന്നിലെത്തിക്കും. അപ്പോ ഒരൊറ്റ ഉത്തരം പറഞ്ഞാ മതി. ഒരേ ഒരു ഉത്തരം. കാർത്തിക എന്നൊരാളെ ജയശങ്കർ എന്ന് നിനക്ക് അറിയില്ല എന്ന്. അതവര് വിശ്വസിക്കോ? കാർത്തിക പറഞ്ഞ കഥകളൊക്കെ വിശ്വസിക്കുമെങ്കിൽ തന്റെ ഈ ചെറിയ കഥയ്ക്ക് അവര് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാൻ പോകുന്നില്ല. സത്യാവസ്ഥ ചികഞ്ഞ് പിന്നാലെ വരാനും പോകുന്നില്ല. തനിക്കാണെങ്കിലോ വിയർത്ത് കുളിച്ച് കാർത്തികയെ തിരഞ്ഞ് ഇനി നടക്കുകയും വേണ്ട. പ്രതികാര കഥ മറക്കാൻ ഞാൻ തരുന്ന പ്രത്യുപകാരം മാത്രം മതി. എന്തു പറയുന്നു? ഡീലാണെങ്കിൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തും. പറയുന്ന അത്രയും. അല്ല, താൻ ചിന്തിക്കുന്നതിനും അപ്പുറം. അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഭീകരവുമായിരിക്കും. എന്തു പറയുന്നു? യെസ് ഓർ നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.